ഹലോ നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ സി പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഓഡ് ഓർ ഈവൻ്റെ പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. അതായത് നമ്മളൊരു സംഖ്യ കൊടുക്കുന്നു, ആ സംഖ്യ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് സി വെച്ചിട്ട് ചെയ്യാനുള്ളത്. നിങ്ങൾ സ്കൂൾ കോളേജിലൊക്കെ ഉള്ളൊരു പ്രോഗ്രാമാണിത്. ഓക്കെ, നമുക്ക് ഓഡ് നമ്പർ ഈവൻ നമ്പർ എന്താണെന്നുള്ളത് അറിയാമായിരിക്കുമല്ലോ. അതായത് ഒരു സംഖ്യയെ 2 വെച്ച് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ, അതായത് ബാക്കി കിട്ടുന്നത് 0 ആണെങ്കിൽ, 0 ആണെങ്കിൽ അതാണ് ഈവൻ നമ്പർ. ഒരു സംഖ്യയെ 2 വെച്ച് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 അല്ലെങ്കിൽ അതാണ് ഓഡ് നമ്പർ. ഓഡ് നമ്പറിൻ്റെ ഉദാഹരണം എന്താ? 3 ഓഡ് നമ്പറാണ്, 5 ഓഡ് നമ്പറാണ്, 7, പിന്നെ 11. ഇതിനെയൊക്കെ 2 വെച്ച് ഹരിച്ചാൽ റിമൈൻഡർ 0 അല്ല. ഈവൻ നമ്പർ ഏതൊക്കെയാണ്? 2, 4, 6, 8. അതിനെയൊക്കെ 2 വെച്ച് ഹരിച്ചാൽ റിമൈൻഡർ എത്രയാണ്? 0യാണ്. അപ്പം അതൊക്കെ ഈവൻ നമ്പറാണ്. അപ്പം ആ ലോജിക്കാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് സിയിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ വേരിയബിൾ ഇൻറ്റിജർ ആണ്. സോ നമുക്കതിനെ അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. നമുക്കതിനെ നം എന്ന് വിളിക്കാം, ഇൻറ്റ് നം. ഇനി യൂസറിനോട് നമുക്കൊരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയാം അല്ലേ. അപ്പം പ്രിൻ്റ് എഫ് എൻ്റർ എ നമ്പർ. ഈ പ്രിൻ്റ് എഫ് എന്തിനാ? നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാനാണ്. അതായത് യൂസർക്ക് എന്തെങ്കിലും പ്രിൻ്റ് ചെയ്ത് കാണിക്കണം, അതിനാണ് പ്രിൻ്റ് എഫ്. സ്കാൻ എഫ് എന്തിനാ? യൂസറിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കാൻ. അപ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കും? അതിന് നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ സ്കാൻ എഫ് കൊടുക്കണം. സ്കാൻ എഫിൻ്റെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ %d ആയിട്ട് കൊടുക്കണം. അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു നമ്പറല്ലേ സ്വീകരിക്കുന്നത്, നമ്പർ സ്വീകരിക്കുന്നത് കൊണ്ട് %d കൊടുക്കണം. പിന്നെ ആ നമ്പർ രണ്ടാമത്തേത് കോമ കൊടുത്തിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ആ നമ്പർ ഏത് വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. മനസ്സിലായോ? പ്രിൻ്റ് എഫ് എൻ്റർ എ നമ്പർ എന്ന് പറയുമ്പോൾ യൂസർക്ക് ആ മെസ്സേജ് പോകും, എൻ്റർ എ നമ്പർ. അപ്പം യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ നമ്മൾ സ്വീകരിക്കണം. അതിനാണ് സ്കാൻ എഫ്. സിക്കകത്ത് %d നമുക്ക് സ്വീകരിക്കേണ്ടത് ഒരു നമ്പറാണ്, അതുകൊണ്ടാണ് %d. നമ്മൾ എന്തിലോട്ടാണത് സ്റ്റോർ ചെയ്യേണ്ടത്? ഈ നം എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആമ്പർസാൻഡ് നം കൊടുക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ലോജിക്ക് ചെയ്യണം. ഒരു ഇഫ് കൊടുക്കാം. ഇഫ് നം റിമൈൻഡർ 2, നമ്പറിനെ 2 വെച്ച് ഹരിക്കുമ്പോൾ ബാക്കി കിട്ടുന്നത് റിമൈൻഡർ ആണ്. റിമൈൻഡർ ഓപ്പറേറ്റർ ആണത്. പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് റിമൈൻഡർ ഓപ്പറേറ്റർ ആണ്. ഒരു സംഖ്യയെ വേറൊരു സംഖ്യ വെച്ച് ഹരിക്കുമ്പോൾ എന്താണ് റിമൈൻഡർ കിട്ടുന്നതെന്നാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇഫ് നം റിമൈൻഡർ 2, നമ്പറിനെ 2 വെച്ച് ഹരിക്കുമ്പോൾ 0 ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻ്റ് എഫ് %d ഈസ് ഈവൻ, എന്നിട്ട് കോമ കൊടുത്തിട്ട് നം കൊടുക്കണം. അതായത് ഈ കോമ കൊടുത്തിട്ട് നം കൊടുക്കുമ്പോൾ എന്താവും എന്നറിയാവാ? നമ്മൾ ഈ %d കൊടുത്തിരിക്കുന്നില്ലേ, ഈ %d കൊടുത്ത സ്ഥലത്ത് ഈ നമ്മിൻ്റെ വാല്യൂ വരും. അതായത് നമ്മൾ എൻ്റർ ചെയ്ത സംഖ്യ. എൽസ് പ്രിൻ്റ് എഫ് %d ഈസ് ഓഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനൊരു ഓൺലൈൻ കമ്പൈലർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഈ എൻ്റർ എ നമ്പർ കഴിഞ്ഞിട്ട് ഒരു /n കൊടുക്കുവാണ്. ഇവിടെ ഞാൻ ഇൻപുട്ട് 5 കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ റണ്ണ് കൊടുക്കുവാണ്. സെമിക്കോളം വിട്ടുപോയി. ഓക്കെ, എൻ്റർ എ നമ്പർ. അപ്പം ഞാൻ 5 എന്നുള്ള ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 ഓഡാണ്. ഓക്കെ, 5 എന്ന് പറയുന്നത് ഓഡാണ്.
5 മാറ്റി ഞാൻ 6 കൊടുത്താൽ 6 ഈവൻ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഒരു നമ്പറിന് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, യൂസറിനോട് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുക, അതിനെ സ്കാൻ ചെയ്യുക, നമ്മിൽ സ്റ്റോർ ചെയ്യുക, റിമൈൻഡർ ടു 0 ആണോ എന്ന് നോക്കുക, 0 ആണ് ഈവൻ, 0 അല്ലെങ്കിൽ ഓഡ് ഈവൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇതാണ് ഓഡ് ഈവൻ്റെ പ്രോഗ്രാം, സി പ്രോഗ്രാമിംഗ് വെച്ചിട്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.